സാന്ദ്ര മനസ്സനായ ആത്മീയ നേതാവ് ഭഗവത്വം ചിന്തയിലൂടെ ഉയർന്നിറങ്ങുന്ന വചനാമൃതധാര കൊണ്ട് മനുഷ്യർക്കിടയിൽ അകലം കുറച്ച മതസൗഹാർദ്ദത്തിന്റെ പൂമരത്തണൽ ബഹുമാന്യരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കുന്നു. സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റ് സമുദായ സുഹൃത്തുക്കൾക്കെൻ്റെ അഭിവാദം. സമാദരണീയരായ വൈകുട്ടി മുസ്ലിയാർ, ചെറുശ്ശേരി ജനീദ് മുസ്ലിയാർ, ഇ അഹമ്മദ് സാഹിബ്, ആഭ്യന്തര മന്ത്രി ശ്രീമാൻ ചെന്നിത്തല, രമേശ് ചെന്നിത്തല, ബഹുമാനമുള്ള ടി വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ടി, അതുപോലെ തന്നെ മറ്റ് സാധാത്തുക്കൾ, ഉലമാക്കൾ, ഉസ്താദുമാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ, പോഷക ഘടകങ്ങളുടെ സാരഥികൾ, പ്രവർത്തകന്മാർ, വാർത്താ മാധ്യമ പ്രവർത്തകർ, അതുപോലെ തന്നെ മനോരമയുടെ നമ്മുടെ പ്രിയങ്കരനായ മേത്തു ഫൈസൽ ഖാൻ, മറ്റ് സുഹൃത്തുക്കൾ, കുറേ കാലങ്ങളോളമായി നാം കാത്തിരിക്കുന്നു. നമ്മുടെ മറന്നുപോയ പലരുടെയും അഭിലാഷങ്ങൾ ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. സമസ്ത ആ മഹത്തായ സംഘടന അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ബൃഹത്താണ്. ഈ രാജ്യത്ത് സമാധാനവും മതമൈത്രിയും സഹോദര്യവും അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കുക, അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉടലെടുത്തത്. അതുപോലെ തന്നെ ഈ രാജ്യത്തുള്ള എല്ലാ വിധത്തിലുള്ള സംഘർഷങ്ങളെയും കലാപങ്ങളെയും അതിനെതിരിൽ ഇവിടെ സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്തുകൊണ്ടാണ് സമസ്ത കേരള ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു പോറലും ഏൽപ്പിക്കാതെ, അതേപോലെ തന്നെ ഒരു വേദനയും ഉണ്ടാക്കാതെ എല്ലാവരോടും ഇവിടെ മൈത്രിയോടുകൂടി സഹോദര്യത്തോടുകൂടി ജീവിക്കുവാനാണ് സമസ്തയെന്നും ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഒരു നല്ല തലമുറ വളർന്നു വരണം എന്ന് മനസ്സിലായിക്കൊണ്ട് ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസം അത് വരും തലമുറയെ സംസ്കാര സമ്പന്നരാക്കി വളർത്തിയെടുക്കുവാൻ ഇവിടെ നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ, ക്രൈസ്തവ സുഹൃത്താവട്ടെ അല്ലെങ്കിൽ ഹൈന്ദവ സുഹൃത്താവട്ടെ മറ്റ് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുമായിക്കൊണ്ട് മനുഷ്യത്വപരമായിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി സഹായിച്ചുകൊണ്ട് ഇവ ജീവിക്കണമെന്നാണ് ആ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തോട് പൂർവ്വം ഭക്തിയുമുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരണമെന്നുള്ള ആശയമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ബൃഹത്തായ
ആ പാവനമായ നമ്മുടെ മൺമറഞ്ഞുപോയ സമസ്ത നേതാക്കന്മാരെല്ലാം തന്നെ കെട്ടിപ്പടുത്ത ആ സംഘടന ഇന്നും ഈ രാജ്യത്ത് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നന്മകളും ഈ രാജ്യത്ത് ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടി ഇന്ന് പോരാടുവാൻ വേണ്ടി ഈ സംഘടന എന്നും കടപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഏതൊരു പ്രസ്ഥാനത്തിനും ഏതൊരു രാജ്യത്തിനും സമൂഹത്തിനും ആസ്ഥാനത്തിനും എല്ലാം തന്നെ അത് ശരിയായ രീതിയിലൂടെ വളർന്നു വരണമെങ്കിൽ അതിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കുവാൻ, ആശയ വിനിമയം ഇവ കൈകാര്യം ചെയ്യുവാൻ ഒരു പത്രം അല്ലെങ്കിൽ ഒരു സാഹിത്യ അതേപോലെ തന്നെ പ്രസിദ്ധീകരണം ആവശ്യമാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ സമസ്തയുടെ ആശയങ്ങളും അഭിലാഷങ്ങളും ആദർശങ്ങളുമെല്ലാം തന്നെ പ്രചരിപ്പിക്കുവാനുള്ള ഒരു മാർഗമാണ് ഈ സുപ്രഭാതം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഇന്ന് കൈകാട്ടി അതിനെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വിധത്തിലുള്ള എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടിയല്ല, ആരംഭിച്ച് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് ഇവിടെ മദ്യം, മദിരാക്ഷി, ലഹരി ഇതിൽ നിന്നെല്ലാം തന്നെ ദൂരമായിക്കൊണ്ടുള്ള ഒരു രാജ്യമായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പത്രമാണ് ഈ പത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഈ പാവപ്പെട്ട സമൂഹത്തിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ആനുകൂല്യത്തിന് വേണ്ടി എല്ലാം തന്നെ ഇവിടെ പല വിധത്തിലുള്ള സംരക്ഷിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തൊരു പത്രം. അതേപോലെ തന്നെ നമ്മുടെ മത സൗഹാർദ്ദം, മതമൈത്രി, ഐക്യം, സാഹോദര്യം, സമാധാനം ഈ രാജ്യത്ത് ഇവിടെ അതെല്ലാം തന്നെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു പത്രം കൂടിയാണ് ഈ പത്രമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരിക്കലും തന്നെ ആര് തമ്മിലും സംഘർഷമുണ്ടാകാൻ പാടില്ല, കലാപമുണ്ടാകാൻ പാടില്ല എന്ന ഒരു ലക്ഷ്യമാണ് ഈ പത്രത്തിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ പ്രവർത്തനം ഇവിടെ അനീതിക്ക് എതിരെ വളരെ സത്യസന്ധമായിക്കൊണ്ടുള്ള ഒരു പത്രകർമ്മമാണ് ഏതൊരു പത്രത്തിനും ഉണ്ടായിത്തീരേണ്ടത് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെ കഴിയുന്നത്ര സത്യസന്ധമായ ഒരു പത്രപ്രവർത്തനമായിരിക്കും ഈ സുപ്രഭാതത്തിന് കാഴ്ചവെക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നീതിയുക്തമായ വാർത്തകളും ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും എവിടെ നിന്ന് ഒന്ന് ഒരു വെട്ടുകിട്ടിക്കൊണ്ട് അത് പരിപൂർണിച്ചുകൊണ്ട് ഇവിടെ എന്തെങ്കിലും സൃഷ്ടിക്കുവാൻ ഒരിക്കലും തന്നെ ഈ പത്രം ഉദ്ദേശിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 6 നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ ചരിത്രമാണ്. ധാരാളം പത്രങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ ഈ പത്രം ഇവിടെ ഇറക്കുമ്പോൾ തന്നെ 6 എഡിറ്റോറിയം, അതേപോലെ തന്നെ ഈ നമ്മുടെ പല സമസ്യയുടെ പത്ര രക്ഷാകവചമാണ്, ജിഹയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ ആളുകൾക്ക് വിജ്ഞാനം പകരുന്ന, ആരോഗ്യത്തെ സംബന്ധിച്ച് പല വിധത്തിലും അറിവ് നൽകിക്കൊണ്ടിരിക്കുന്ന, നികൃഷ്ടമായ കാര്യങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു പത്രമാണ് ഈ പത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 6 എഡിഷനുകൾ ഇവിടെ തുടങ്ങിക്കൊണ്ടാണ് ഈ പത്രം ഇവിടെ ഉദ്ഘാടനത്തോടും നിർവഹിക്കുന്നതെന്ന് ഇവിടെ വളരെയധികം ഇതിന് വിശേഷതയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ക്ഷണിക്കപ്പെട്ട നേതാക്കന്മാർ ഇവിടെ എത്തിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമ്മുടെ സൗദ്ദേശത്തെ അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രാഷ്ട്രീയത്തിലെ പ്രശ്നപരിഹാര ശ്രമങ്ങൾക്ക് സങ്കീർണ ഘട്ടങ്ങളിൽ നേതൃത്വം നൽകാൻ രാജ്യം നിയോഗിച്ച ഭാരതത്തിന്റെ ധീരപുത്രൻ, ആയുധങ്ങൾ പെരുമഴയായി പെയ്യുന്ന ഭൂഖണ്ഡങ്ങളിൽ എവിടെയുമുള്ള കലാപഭൂമികളിൽ ജീവനഷ്ടഭയമില്ലാതെ സന്ദർശനം നടത്തി ഇരയുടെ നോവുകൾ നേരിട്ടനുഭവിച്ച് അവരുടെ അവകാശങ്ങൾക്കായി പാർലമെന്റിലും ലോകോത്തര വേദികളിലും ശക്തമായി നിലകൊണ്ട അവശ്യ ജനതയുടെ അഭയകേന്ദ്രം, ഹരിതരാഷ്ട്രീയം സ്വതന്ത്ര ഇന്ത്യക്ക് സമ്മാനിച്ച തനി പങ്കൻ ജനാബ് ഇ അഹമ്മദ് സാഹിബിന്റെ മൊഴികൾക്ക് കാതോർക്കാം. ഇ അഹമ്മദ് സാഹിബിനെ ക്ഷണിക്കുന്നു സ്നേഹപൂർവ്വം പ്രസംഗത്തിടത്തിലേക്ക്.
അഭിനന്ദനായ എൻ്റെ നേതാവ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സമസ്തയുടെ സമുന്നതരായ ആലിമീങ്ങളെ, നേതാക്കന്മാരെ, ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രശസ്തരായ വ്യക്തികളെ, സഹപ്രവർത്തകന്മാരെ, ജനപ്രതിനിധികളെ, നേതാക്കന്മാരെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവസ്തുതിയും. നമ്മുടെ എല്ലാവരുടെയും അഭിലാഷമനുസരിച്ച് സുപ്രഭാതത്തിന്റെ ആഹ്ലാദകരമായ ഉദ്ഘാടനത്തിൽ ചടങ്ങേൽക്കാൻ അനുഗ്രഹിച്ച സർവശക്തനായ അല്ലാഹുവിനെ സർവസ്തുതിയും അർപ്പിച്ചുകൊള്ളുന്നു. മലയാളത്തിൽ ഒരു ദിനപത്രം കൂടി പുറത്തിറങ്ങുകയാണ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം കുറിച്ച മലബാറിൽ നിന്ന് കേരളത്തിലെ 100-ലേറെ വരുന്ന ദിനപത്ര കുടുംബത്തിലേക്ക് സുപ്രഭാതം കൂടി കടന്നു വരികയാണ്. ഇതിന് നേതൃത്വം നൽകുന്ന സമസ്തയെയും സംഘടകരെയും പത്രപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും അഭിവാദം ചെയ്യാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊള്ളുന്നു. ദൃശ്യമാധ്യമങ്ങളുടെ അധീശത്വം നിലനിൽക്കെ അച്ചടി മാധ്യമത്തിന് എത്ര സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന കാര്യം എവിടെയും ഒരു ചർച്ചാ വിഷയമാണ്. എന്നാൽ ലോകാനുഭവം കാണിക്കുന്നത് പ്രിന്റ് മീഡിയയ്ക്ക് സ്വന്തമായ ഒരിടം ഉണ്ടെന്നാണ്. വിഷ്വൽ മീഡിയയുമായി മത്സരിക്കുമ്പോൾ തന്നെ അച്ചടി മാധ്യമങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കണം. ആഴത്തിലുള്ള വിശദീകരണത്തിനും അനുവാചകരുടെ വ്യക്തിപരമായ പഠനത്തിനും പ്രിന്റ് മീഡിയ ആവശ്യമാണ് എന്നത് അനിഷിദ്ധമായ ഒരു വസ്തുതയാണ്. ആ നിലക്ക് സുപ്രഭാതമെന്ന ഈ പുതിയ ദിനപത്രം അതിന്റെ പങ്ക് നിർവഹിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, ഉറപ്പിക്കുന്നു. സമകാലിക സംഭവങ്ങളെ വിലയിരുത്തുന്ന ഗൗരവമായ പഠനങ്ങൾ മലയാള മാധ്യമങ്ങളിൽ കുറഞ്ഞു വരുന്നു എന്നത് നമുക്ക് മറക്കാനാവുകയില്ല. ഇത് ഒരു വസ്തുതയാണ്. റിക്രിയേഷൻ എന്നതിലുപരി ആശയത്തിലുള്ള ക്രിയേഷനുകൾ ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മാധ്യമങ്ങൾ സെൻസേഷന് പിന്നാലെ പോകുന്നു എന്ന് എല്ലാവരും പറയാറുണ്ട്. മെച്ചപ്പെട്ട വ്യൂവർഷിപ്പും റീഡർഷിപ്പും മാധ്യമങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ലഭിക്കണം എന്നാഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പത്രങ്ങൾ പ്രചാരം ഉണ്ടാക്കാനായി, സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായി പരസ്യങ്ങൾക്ക് വേണ്ടി പരക്കം പാച്ചം നടത്തുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഇവിടെയാണ് മൂല്യാധിഷ്ഠിത മാധ്യമ പ്രവർത്തനത്തിന്റെ ആവശ്യകത. സത്യസന്ധതയും നിർഭയത്വവും വാർത്തകൾ നൽകി വായനക്കാരുടെ വിശ്വാസ്യത ആർജിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം. സുപ്രഭാതം മൂല്യാധിഷ്ഠിത പത്രപ്രവർത്തനത്തിലെ ഉത്തമ മാതൃകയായി തീരുന്നതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. അതിന്റെ മാനേജ്മെന്റ് വഹിക്കുന്ന ഈ സമസ്യയെ എനിക്ക് നല്ലപോലെ അറിയാം. ഞാനുമായി വളരെ വലിയ വ്യക്തിബന്ധവും ആത്മബന്ധവും പുലർത്തുന്ന ആ വിഭാഗം ആളുകൾക്ക്, സുന്നി വിഭാഗത്തിൽപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഈ പുതിയ പത്രം അതിന്റെ മൂല്യാധിഷ്ഠം നിലനിർത്തുന്നതിൽ വളരെ ഉറപ്പുണ്ട്. ഞാൻ ഇവിടെ തുറന്നു പറയുന്നത് ആഗ്രഹിക്കുകയാണ്. പത്രങ്ങൾ തമ്മിൽ മത്സരങ്ങൾ സ്വാഭാവികമാണ്. പത്രങ്ങൾ മത്സരിക്കുന്നതും വിവിധ സ്ഥാപനങ്ങളിലെ പത്രപ്രവർത്തകർ തമ്മിൽ ആഹ്ലാദകരമായ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്നതും ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് പ്രൊഫഷണൽ ജലസി ഇവിടെ വളരെ അപൂർവമാണ്. വിവിധ സ്ഥാപനങ്ങളിലെ മാധ്യമപ്രവർത്തകന്മാർ തമ്മിൽ വളരെ അടുത്ത ബന്ധവും സ്നേഹവും കരുതലും യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തനത്തെ സമ്പന്നമാക്കുന്ന ഒരു പ്രത്യേക ഘടകമാണ്. സുപ്രഭാതം പ്രവർത്തകന്മാരെ എനിക്ക് നല്ലപോലെ അറിയാം, അവർ നയിക്കുന്നത് അറിയാം. ഈ പ്രൊഫഷണലിന്റെ എത്തിക്കറ്റ്സും സുപ്രഭാതം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അത് തീർച്ചയായും നമുക്ക് അന്വേഷിക്കാൻ സാധിക്കുകയും ചെയ്യും. പ്രശസ്ത പത്രാധിപർ CP കോർട്ടിന്റെ വാചകം ഞാൻ ഉദ്ധരിക്കുന്നു. ഫാക്ട്സ് ആർ ഫ്രീ ബട്ട് കമന്റ്സ് ആർ
ഫാക്ട്സ് ആർ സാക്രഡ്, കമന്റ്സ് ആർ ഫ്രീ. വസ്തുതകൾ പരിശുദ്ധമാണ്, പക്ഷെ അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പക്ഷെ ആ വിലയിരുത്തലുകൾ പത്രത്തിന്റെ അന്തസ്സും പത്രത്തിന്റെ കൃത്യത്വവും പത്രത്തിന്റെ മഹത്വവും പത്രത്തിന്റെ ഘടനയും നിർവഹിക്കാൻ സാധിക്കുന്നതായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങളുടെ ശബ്ദമാണ് മാധ്യമങ്ങൾ മുടക്കുന്നത്. ജനങ്ങളുടെ ശബ്ദം ആർക്കും അവഗണിക്കാനാവില്ല. മാത്രമല്ല, ജനപ്രതിനിധികളുടെ ശബ്ദവും ആർക്കും അവഗണിക്കാനാവുകയില്ല എന്ന് ഒരു ജനപ്രതിനിധിയായി ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമൂഹത്തിന് നന്മക്കായി ജനാധിപത്യത്തിൽ പങ്കാളികളാവാൻ സുപ്രഭാതത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളാം. വൈവിധ്യങ്ങളെ നാം അംഗീകരിക്കണം. പുതിയ കാലത്ത് ജനാധിപത്യബോധവും സഹിഷ്ണുതയും വളരെ പ്രധാനമാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും രഞ്ജിപ്പും സൗഹാർദ്ദവും ഉണ്ടാവേണ്ടത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ബഹുമാന്യനായ പാണക്കാട്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മോട് ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് സംഘർഷത്തിലേക്കും സംഘടനത്തിലേക്കും നമുക്ക് നയിച്ചുകൂടാ. സമാധാനപരമായ ജീവിതത്തിന് സൗഹാർദ്ദപരമായ സഹവർത്തിത്വമാണ് നമുക്ക് ആവശ്യമുണ്ട്. ജനങ്ങൾക്ക് രഞ്ജിപ്പും സൗഹാർദ്ദവും ഉണ്ടാവേണ്ടതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. അതുപോലെ തമ്മിൽ അടുപ്പിക്കുകയല്ല, അടുപ്പിക്കുകയാണ് മാധ്യമങ്ങളുടെ ആവശ്യം. നിശ്ചയമായും നമ്മുടെ ഈ സുപ്രഭാതം അത് നേടിയെടുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. കാരണം അതിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് എന്നിവിടെ സൗഹാർദ്ദവും രഞ്ജിപ്പും മമതയും മൈത്രിയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്നു. കാലഘട്ടത്തിന്റെ ആവശ്യം സമാധാനപരമായ സഹവർത്തിത്വമാണ്. ആ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ സംശയമില്ല. ആ കാലഘട്ടത്തിന്റെ ഈ വിളി കേൾക്കാൻ നമുക്ക് സുപ്രഭാതത്തിലൂടെ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സുപ്രഭാതത്തിന് സർവ്വവിധമായ വിജയം നൽകട്ടെ എന്ന് ദൈവവിശ്വാസിയായ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഹിന്ദ്. ചരിത്ര നിമിഷത്തിന് സാക്ഷികളാകാം. ജൈവവൈവിധ്യങ്ങളാൽ സമൃദ്ധമായ മണ്ണിടുന്ന പശ്ചിമഘട്ട മാമലകളും അതിൽ നിന്നും ഉത്ഭവിക്കുന്ന തെളിഞ്ഞൊഴുക്കും കാട്ടരുവികളും നദികളും തിങ്ങി നിറഞ്ഞ കേരവൃക്ഷങ്ങളും പക്ഷികളുടെ കളകൂചനവും കാർഷിക വിളകളാൽ ഖ്യാതി നേടിയ വയലേലകളും മത്സ്യസമ്പത്തിനാലും പ്രകൃതി ഭംഗിയാലും ഏളികേറ്റ കായൽ പരപ്പുകളും തീരദേശങ്ങളും പച്ചപ്പൊക്കെ വിരിച്ച ഹരിതാഭ ഭംഗിയും സാംസ്കാരിക മികവും കൊണ്ട് ആശ്ചര്യപ്പെട്ടു ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ലോകം വേർതിപ്പാടിയ കേരനാടിന്റെ സമർത്ഥനായ മുഖ്യമന്ത്രി കൈരളിയുടെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കുന്നതിൽ ഹിമാലയ പങ്കുവഹിച്ച മദ്യോപയോഗത്തിന്റെ തോത് കുറക്കാൻ ധീരമായി മുന്നോട്ട് വന്ന് ജനപക്ഷത്തിൽ നിന്ന് പ്രതിയോഗികളുടെ പോലും പ്രശംസ ഏറ്റുവാങ്ങിയ ജനകീയ നേതാവ് ശ്രീമാൻ ഉമ്മൻചാണ്ടി സുപ്രഭാതം ദിനപത്രം കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ബഹുമാന വ്യക്തിത്വം പത്മശ്രീ ഡോക്ടർ ആസാദ് മുത്തമ്മ നൽകി പ്രഭാഷണ കർമ്മം നിർവഹിക്കുന്നു. ബഹുമാന വ്യക്തിത്വങ്ങളെ സാദരം ക്ഷണിക്കുന്നു.